ഹലോ, എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് കറിവേപ്പിലയും 1 കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇതെല്ലാം ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 സവാള ചെറുതായിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയും കൂടി ഇട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിത് മൂടി വെച്ച് തന്നെ വഴറ്റിയെടുക്കാം. സവാള കുറച്ച് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതാ നല്ലതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഞാനിത് 1 ക്യാരറ്റ് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഗരം മസാല 2 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് എല്ലാം കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ. മസാലയെല്ലാം തണുത്ത് വന്നതിന് ശേഷം നമ്മളിതിലിട്ട കാഷ്യൂ പകുതി മസാലയും കൂടി എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരണം. അത് ചെയ്തെടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതാ നല്ലതുപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ലൂസാക്കി എടുക്കണം. നമ്മൾ പകുതി മസാല മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ. പകുതി മസാല പാത്രത്തിൽ ബാക്കിയുണ്ട്. അതിലേക്കാണ് നമ്മളിത് അരപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാകത്തിന് ലൂസാക്കി എടുക്കണം. ഇപ്പം ഇതാ മെല്ലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിത് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ മുട്ടയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കുറച്ച് സമയം കറി തിളപ്പിച്ചെടുത്താൽ മതി. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി. ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം ഇതാ നമ്മുടെ തേങ്ങയൊന്നും ചേർക്കാത്ത കൊഴുത്ത മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.